മനസാകെ നിലാവ് മലയാള ചുണ്ടിൻ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൻ മലരോണപ്പാട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് തിരുവോണം. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല നാളുകൾ എല്ലാവർക്കും എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് തിരുവോണ ദിനത്തിൽ ഞാനൊരു നെയ്പായസമാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇതിന് വരട്ടു പായസമെന്നും കട്ടപ്പായസമെന്നും അരവണ പായസം, ശർക്കര പായസം എന്നിങ്ങനെയും പറയാറുണ്ട്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്, 400 ഗ്രാം ശർക്കര, 100 ഗ്രാം നെയ്യ്, 3 ഏലക്ക പൊടിച്ചത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി, ഒരുപാട് വെന്ത് പോകണ്ട. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചരിയും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, ഒരുപാട് വെന്ത് പോകരുത്. ഇതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ശർക്കര ഇതിൽ നന്നായിട്ട് യോജിച്ച് വരണം, അതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കുറച്ച് പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണിത്. അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന പായസത്തിൻ്റെ അതേ ടേസ്റ്റാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.